നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരപ്പുറത്തേറി ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം. പെട്ടെന്നാണ് വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത്. നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വഴി തെറ്റി. എന്നെ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, ഞാനും പട്ടണത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കൂടി കുതിരപ്പുറത്ത് കയറി യാത്ര തുടർന്നു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? 2 രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം. എന്താ? അങ്ങനെ ആവട്ടെ. പരിചയപ്പെടാൻ മറന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് അമർനാഥ്. എന്ത് ചെയ്യുന്നു? പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട്. പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി. നിങ്ങളുടെ കയ്യിലുണ്ടോ? വല്ലാത്ത ക്ഷീണം. പൂവ്, ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കുപ്പികളുണ്ട്. അതിലൊരു കുപ്പി എടുക്കട്ടെ? അതിനെന്താ, ക്ഷീണം അകറ്റാലോ. അയാൾ തന്റെ ബാഗിലുള്ള പാനീയം മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു. ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ. യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല. യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ. മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലക്കിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത്. അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലയ്ക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരതി നോക്കി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു. പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല. ക്ഷമ കെട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി. അതെ അതെ, ഞാനും. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും യാത്ര തുടർന്നു. പല കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും പഴങ്ങൾ പറിച്ചു തിന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല. കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെ സൂക്ഷിക്കണം. അതെ, ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. എന്താ? പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി. മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി. കള്ളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. വീണ്ടും നിരാശനായി കിടന്നുറങ്ങി. അടുത്ത ദിവസം 2 യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി. ഇതാ, ഈ പണം കയ്യിൽ വെച്ചുകൊള്ളുക, എന്റെ ഒരു സന്തോഷത്തിന്. നന്ദിയുണ്ട്. അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്തു പറ്റി? എന്താണ് കാര്യം? പറയൂ, കേൾക്കട്ടെ. ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ കച്ചവടക്കാരനല്ല, ഒരു കള്ളനാണ്. പക്ഷേ എന്റെ മോശന ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങേക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇനിയെങ്കിലും എന്നോട് പറയൂ, നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. എന്താണത്? ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന്. ഇല്ല, ഞാൻ ഇനി മോഷ്ടിക്കില്ല. പറയൂ. നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു. പക്ഷെ എവിടെ? ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ തലയണയ്ക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ? എന്ത്? ഞാൻ നിങ്ങളുടെ തലയണക്കടിയിലാണ് തിരഞ്ഞത്. പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. എന്റെ തലയണക്കടിയിൽ ഞാൻ എന്തിന് നിങ്ങളുടെ പണം അന്വേഷിക്കണം? എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേ ഒരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി. പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല.
പഠിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. പെട്ടല്ലോ. വീട്ടിൽ പോയാലും പണി, സ്കൂളിൽ വന്നാലും പണി. മടുത്തു ഈ ജീവിതം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐഡിയ. ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ടോമി? നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തുകൊണ്ട് വരുമോ? അയ്യടാ, നിനക്കെന്താ ചെയ്താൽ? സിമ്പിൾ, മടി. പിന്നെ വീട്ടിൽ പോയാ കളിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ. പ്ലീസ്, നല്ല മോളല്ലേ, ചാർട്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തന്നാൽ എനിക്കെന്താ ഗുണം? നീ നാളെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്റെ വക ചോക്ലേറ്റ്. ഡീൽ? ഡൺ. കഴിഞ്ഞില്ലേ മോളെ? നേരെ ഒരുപാടായല്ലോ. ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത്. ഇതെന്താ, എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത്? ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, ടോമിക്കാണ്. അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയാ. ചെയ്തു കൊടുത്താൽ അവന് എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബെസ്റ്റ്. നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത്? അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക? അത് പിന്നെ അവന് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ. ചോക്ലേറ്റ്? ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ. ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ. എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ? അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം. ദൈവമേ, വീണ്ടും പെട്ടല്ലോ. ഹോംവർക്ക് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ആ ജോമി തന്നെ ശരണം. ജോമി, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ്. പിന്നെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക കൂടി എഴുതി തരണേ. നാളെ ഞാൻ 2 ചോക്ലേറ്റ് തരാം. അയ്യടാ, ഇല്ലട്ടോ. ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിന്റെ ഹോംവർക്ക് ഇനി മുതൽ നീ തന്നെ എഴുതിയാൽ മതി, എന്നെ നോക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം. ഐസ്ക്രീമോ? ലാസ്റ്റ് ആണേ. ഇനി ഞാൻ എഴുതി തരില്ല. ഓക്കെ, ഡീൽ. ടോമി, നിനക്ക് നാളേക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അതൊക്കെ അവൾ ചെയ്തു. അല്ല, ഞാൻ ചെയ്തു. ഹാവൂ, എന്ത് സുഖം. വീട്ടിൽ വന്ന ഫുൾ റെസ്റ്റ്. ഹോംവർക്ക് മുഴുവനും അവൾ ചെയ്തോളും. ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്തയും കേൾക്കണ്ട. ഇന്നലത്തെ ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ശരി ടീച്ചർ. ജോമിയെ ഇന്ന് കണ്ടില്ലല്ലോ. അവൾ ഇത് എവിടെ പോയി? അലക്സ്, ടോമി എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് സുഖമില്ല. 2 ആഴ്ചയിലേക്ക് മെഡിക്കൽ അവധിയിലാണ്. ഈശ്വര, പെട്ടല്ലോ. എന്താ, എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്റെ നോട്ട് എടുക്കാൻ മറന്നു. ടീച്ചർ, ടോമി ഇന്ന് നോട്ട് എടുക്കാൻ മറന്നു പോലും. മറന്നവരൊക്കെ നാളെ വരുമ്പോ 2 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വന്നാ മതി. എനിക്ക് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം. ഇതോടുകൂടെ മതിയായി. മുത്തശ്ശി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാരും രാവിലെ തന്നെ? ഇന്ന് സ്കൂളിൽ പോകാനില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ മുത്തശ്ശി? ഓ, മുത്തശ്ശി അത് മറന്നു. സ്കൂളിൽ പോവാനില്ലാത്തത് കൊണ്ടല്ലേ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. മുത്തശ്ശി, ഇന്നൊരു കുറുക്കന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ ഇവിടെ ഇരിക്കേ. പണ്ടൊരു കാട്ടിൽ മടിയനും ചതിയനുമായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ചെറുമൃഗങ്ങളെ പറ്റിച്ച് ഭക്ഷിക്കലാണ് അവന്റെ സ്ഥിരം ഹോബി.
വിശന്നിട്ട് വയ്യ. മുയലിറച്ചി കഴിച്ച കാലം മറന്നു. ഇന്നെന്തായാലും ഒരു മുയലിറച്ചി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇതും പറഞ്ഞ് കുറുക്കൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അവിടെ അടുത്ത് ഒരു മാളത്തിൽ കുറേ അധികം മുയലുകൾ താമസിച്ചിരുന്നു. അവിടേക്കായിരുന്നു നമ്മുടെ കുറുക്കന്റെ യാത്ര. അധികം താമസിയാതെ തന്നെ കുറുക്കൻ അവിടെ എത്തി. അയ്യോ കുറുക്കൻ, ഓടിക്കോ! ഇത് കേട്ട മറ്റു മുയലുകൾ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പാഞ്ഞു.